ജൂലൈ 25 വിശുദ്ധ യാക്കോബ് അപ്പസ്തോലൻ. 12 അപ്പസ്തോലന്മാരിൽ ഒരാൾ. സെബദിയുടെയും സലോമിൻ്റെയും മകനും യോഹന്നാൻ സ്ലീഹയുടെ സഹോദരനുമായിരുന്നു. ഇടിനാദത്തിൻ്റെ മക്കൾ എന്നാണ് സെബദി പുത്രന്മാരെ വിളിച്ചിരുന്നത്. ക്രിസ്തു പ്രതാപവാനായി ഒരു രാജാവാകുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. തത്സമയം ക്രിസ്തുവിൻ്റെ ഇരുവശത്തും ഇരിക്കാനുള്ള ഭാഗ്യം അനുവദിക്കണമെന്ന് അമ്മയോട് യേശുവിനോട് ചോദിപ്പിച്ചു. അതിനുള്ള വ്യവസ്ഥ രക്തസാക്ഷിത്വമാണെന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. എന്നാൽ പിതാവാണ് ആ സ്ഥാനങ്ങൾ അരുളുകയെന്ന് അവിടുന്ന് കൂട്ടിച്ചേർത്തു. യാക്കോബ് യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു. ഹെറോദ് അഗ്രിപ്പ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി ക്രിസ്ത്യാനികളുടെ മേൽ പീഡനം ആരംഭിച്ചു. ആദ്യത്തെ ഇര വലിയ യാക്കോബായിരുന്നു. സ്ലീഹ വിചാരണയിലും വിധി സമയത്തും കാണിച്ച ധീരത കണ്ട ന്യായാധിപൻ മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി. ന്യായാധിപനും മരണത്തിന് വിധിക്കപ്പെട്ടു. രക്തസാക്ഷിത്വം ജ്ഞാനസ്നാനത്തിന് മതിയാകുമെന്ന തിരുസഭയുടെ വിശ്വാസത്തിൽ ന്യായാധിപനെ ആലിംഗനം ചെയ്തുകൊണ്ട് വിശുദ്ധ യാക്കോബ് അങ്ങേക്ക് സമാധാനം എന്ന് പറഞ്ഞു. രണ്ടുപേരുടെയും ശിരസ് ഒപ്പം വിച്ഛേദിക്കപ്പെട്ടു. ക്രിസ്തുവർഷം 63 ഉയർപ്പ് തിരുനാളിന് ഏതാനും നാളുകൾക്ക് മുൻപാണ് വിശുദ്ധ യാക്കോബ് സ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചത്.